ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു സൻഫീസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല മൊരിഞ്ഞതും എന്നാൽ ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ഉഴുന്നുവടയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളാണ് കേട്ടോ ഈ ഒരു മെത്തേഡിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയെടുക്കുന്നവർക്ക് പോലും ഈ ഒരു മെത്തേഡിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ല മൊരിഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവട ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അതുമാത്രമല്ല നമ്മുടെ ഉഴുന്നുവട നല്ലപോലെ മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാനൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ചെറിയൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. ഇനി ഇതാ ഉഴുന്നുവട ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉഴുന്ന് പരിപ്പില്ലേ അത് 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു 6 മണിക്കൂർ സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞത് ഒരു 4 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ടൈമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തലേന്ന് രാത്രിയൊക്കെ കുതിർത്തി വെക്കുകയാണെങ്കിൽ അതും നല്ലതായിരിക്കും. ഇതിപ്പോൾ ഞാൻ 2 കപ്പ് ഉഴുന്ന് പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അതിനു വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാനൊരു 3-4 പ്രാവശ്യമായിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. കാരണം ഉഴുന്ന് പരിപ്പ് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്ത് അരച്ചെടുക്കുകയാണെങ്കിൽ അരഞ്ഞു കിട്ടില്ല. അപ്പോൾ ഇതുപോലെ കുറേശ്ശെയായിട്ട് ഫുള്ളായിട്ട് അരച്ചെടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് ഞാൻ 2 സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഉഴുന്ന് പരിപ്പ് അരച്ചെടുക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ലൂസായി കിട്ടും കേട്ടോ. എന്നാലും കുഴപ്പമില്ല. ഇതുപോലെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. ഒരുപാടായി പോകരുത്. ഞാൻ പറഞ്ഞതുപോലെ 2 സ്പൂൺ വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ലൂസായി വരുമ്പോൾ ഇതിലേക്കൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റും കൂടി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഉഴുന്നുവട നല്ല മുരിഞ്ഞ് എന്താ പറയുക ഉള്ളൊക്കെ സോഫ്റ്റ് ആയിട്ടൊക്കെ കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ദാ ഞാൻ ഫുള്ളായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇതുപോലൊരു ഫോർക്കോ അല്ലെങ്കിൽ സ്പൂണോ കൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഉഴുന്നുവട നല്ല സോഫ്റ്റായി കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിൽ ഇതുപോലെ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങുന്ന സ്റ്റൈലിൽ ഉൾഭാഗമൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് മുകൾ ഭാഗമൊക്കെ മുരിഞ്ഞിട്ട് കിട്ടും കേട്ടോ. അതുമാത്രമല്ല ഇതിലെന്തെങ്കിലും എയറോ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 15ഓളം ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയുള്ളി ഇല്ല എങ്കിൽ വലിയുള്ളി ചേർത്ത് കൊടുത്താലും മതിയാവും. അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു പീസ് ഇഞ്ചി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തതും ഒരു 4 ഗ്രീൻ ചില്ലി ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതിലേക്കൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന്. അത് മറ്റൊന്നുമല്ല കേട്ടോ, അരിപ്പൊടിയാണ്. അപ്പോൾ നിങ്ങളിൽ പലരും അത് ചേർത്ത് കൊടുക്കാറുണ്ടാവും. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ 2 സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നുമില്ല, നമ്മുടെ സാധാരണ ഒറോട്ടിപ്പൊടി പത്തിരിപ്പൊടി ഇല്ലേ അതാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കുരുമുളക് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനൊരു പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല കേട്ടോ. കാരണം നമുക്ക് എങ്ങനെയാണോ എരിവ് വേണ്ടത് അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ സാധാരണ ഉഴുന്നുവട പുറത്തുനിന്നൊക്കെ വാങ്ങുമ്പോൾ പേപ്പർ ഇടക്കൊന്ന് കടിക്കാനൊക്കെ കിട്ടുന്നില്ലേ അതുപോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ദാ ഇത്രയും ടൈറ്റാക്കി എടുത്താൽ മതി കേട്ടോ. ഓവറായിട്ട് ടൈറ്റാക്കി എടുക്കരുത്. അതുപോലെ തന്നെ ഓവറായിട്ട് ലൂസായി പോകാനും പാടില്ല. വീഡിയോയിൽ കാണുന്ന ഇത്രയും തിക്നെസ്സിൽ മതിയാവും. ഇനി ഞാനിതൊന്ന് 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്പോട്ടിന് തന്നെ ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. സ്പോട്ടിന് തന്നെ റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഉഴുന്നുവട ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ തന്നെ ഒരു കടായി ചൂടാക്കിയിട്ട് അതിലേക്ക് ഡീപ്പ് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പം എണ്ണ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഉഴുന്നുവട ചുട്ടെടുക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രൈ പാനിലും ചുട്ടെടുക്കാം കേട്ടോ. അതാവുമ്പോൾ നമുക്ക് ഒരേ ടൈമിൽ 2-3 എണ്ണം ഒരുമിച്ച് ചുട്ടെടുക്കാം. പക്ഷേ അത് കുറച്ച് ടൈം എടുക്കും കേട്ടോ. കാരണം 2 ഭാഗവും ഫ്രൈ ആക്കി എടുക്കണ്ടേ. ഇതാവുമ്പോൾ നമുക്ക് 2 ഭാഗം ഒരേ ടൈമിൽ തന്നെ ഫ്രൈ ആയി കിട്ടും.
അപ്പോൾ ഉഴുന്നുവട ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിൽ കുറച്ച് വെള്ളം കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു കയ്യിൽ ഇതുപോലെ വെള്ളമാക്കി കൊടുക്കുക. എന്നിട്ട് മാവ് എടുത്തിട്ട് ഒന്ന് ഷേപ്പാക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മറ്റേ കൈയുടെ വിരലിൽ ജസ്റ്റ് ഒന്ന് വെള്ളം ഒന്ന് തൊട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ സെൻറ്ററിൽ ഓളാക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഉഴുന്നുവട ഷേപ്പാക്കി എടുക്കാൻ ഈസിയാണ്. എന്നിട്ട് മറ്റേ കയ്യിൽ ഇതുപോലെ എടുക്കുക. ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ വിട്ടു കേട്ടോ വെള്ളമാക്കി കൊടുത്തത് കൊണ്ട് തന്നെ. എന്നിട്ട് ഇതുപോലെ എണ്ണയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ അതങ്ങനെ ഞാൻ ഫ്രൈ ആക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി അടുത്തതും കൂടി ഞാൻ ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ രണ്ടെണ്ണമൊക്കെ ഒരുമിച്ച് ഫ്രൈ ആക്കി എടുക്കാം. അതൊക്കെ നിങ്ങളുടെ കംഫർട്ട് എങ്ങനെയാണോ അതനുസരിച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാനിതുപോലെ എല്ലാ ഉഴുന്നുവടയും ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇതിനിടയിൽ ഉഴുന്നുവടയുടെ കൂടെ കഴിക്കാനുള്ള ചമ്മന്തിയും കൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഉഴുന്നുവട എല്ലാം തന്നെ റെഡിയായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ചൂടോടുകൂടെ കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ഇതുപോലെ അതിൻ്റെ ഇടയിലുള്ള ടൈമിൽ ഇതുപോലെ ചമ്മന്തിയും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് കുറച്ച് തേങ്ങ, 2 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു ഉള്ളിയുടെ പകുതി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള 2 ഗ്രീൻ ചില്ലിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് കുറച്ച് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഗ്രീൻ ചില്ലിയുടെ എണ്ണം കൂട്ടാട്ടോ. ഞാൻ ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു കടായി ചൂടാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് 2-3 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഗ്രീൻ കളറിലുള്ള ചമ്മന്തിയാണ് വേണമെന്നുള്ളതെങ്കിൽ അരച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും പിന്നെ അതുപോലെ തന്നെ ഒരു എരിവിന് ആവശ്യത്തിന് ഒരു 3-4 ഗ്രീൻ ചില്ലിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ എരിവ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. പിന്നെ ഈ ഒരു എന്താ പറയുക കടായിൽ നിൽക്കുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ആ ഒരു ചമ്മന്തി ഒന്നുകൂടെ ഒന്ന് തിക്കായിക്കോളൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഒരു തക്കാളി ചമ്മന്തിയും കൂടി ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ ഡീറ്റെയിൽഡായിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു മുരിഞ്ഞ ഉഴുന്നുവടയും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുട്ടികളൊക്കെ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇതുപോലത്തെ ഉഴുന്നുവടയൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണം കേട്ടോ. നമ്മുടെ ചാനലിൽ ഒരുപാട് വെറൈറ്റി റെസിപ്പീസും വ്ളോഗ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലെ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.